ഉയരും പടി പാലൊരു നീര നിലാദികളും കെടുമാറ വിളർന്നു വരുന്നൊരു നിൻവഴി വെന്നും ഇരുന്നു വിളങ്ങിടണം. ഏതാ അവസാനത്തെ വാക്ക്? ഏതാ അവസാനത്തെ വാക്ക്? വിളങ്ങിടണം അല്ല, ഇടണം. അതാണ് അവസാനത്തെ വാക്ക്. വിളങ്ങിടണം എന്ന് പറഞ്ഞാൽ വിളങ്ങുക, അധികം ഇടണം അല്ലേ? അവസാനത്തെ വാക്ക് ഇടണം. ഇടനേ ഇടു കൺമുന എന്നിലതെന്നടി എന്ന വിലാസമുമാപതിയെ ഇടമിന്നത് കൊണ്ട് ജയിക്കും അതിനിടയില്ല ഇരിപ്പതിലൊന്നിനുമേ. ഏതാ അവസാനത്തെ വാക്ക്? ഒന്നിലുമേ. നിലുമേ. ഞാൻ പറഞ്ഞില്ലേ, വാക്കല്ലെങ്കിൽ അതേ ശബ്ദമെന്ന്. അടുത്ത ശ്ലോകം എങ്ങനെയാണ് ഗുരു തുടങ്ങിയിരിക്കുന്നത്? നിലമോട് നിരപ്പ് നിരന്നു. കണ്ടോ? നിലുമേ നിലമോട് നിരപ്പ് നിരന്നൊഴുകും ജലമാശുരമ്പരമഞ്ചലുമേ അലയാതെ അടിക്കടി നൽകുക നിന്നിലയൊന്നിതു തന്നെ നമുക്ക് മതി. ഏതാ വാക്ക്? നമുക്ക് മതി. മതി. നേരത്തെ ഭക്ഷണത്തെ കുറിച്ച് പറഞ്ഞു. ഞാൻ അപ്പോഴേ ഈ കൊച്ചിനോട് പറയായിരുന്നു, വല്ലതൊക്കെ കഴിക്കണം, കണ്ടാ ഉണങ്ങി മെലിഞ്ഞ് വല്ലാതെ ഭക്ഷണത്തെ കുറിച്ച് പറഞ്ഞു. മതി തൊട്ട് മണം മുതൽ അഞ്ച് മുണർന്നോളമുള്ളത് ചിന്മയമാം ചിരിതൊട്ടിലോളം മഹോദരമാണത് രണ്ടിലുമായി അമരുന്ന അഖിലം. ഏതാ വാക്ക്? അഖിലം. അഖിലർക്കും അതങ്ങനെ തന്നെ പറഞ്ഞല്ലോ. അഖിലരിക്കുകയാണല്ലോ. അഖിലർക്കും ഗുരു അതേ കണ്ടിരുന്നു ഈ പുത്രിയെ. അഖിലർക്കും അതങ്ങനെ തന്നെ മതം സുഖ സത്യം ഇതെന്ന് സുഖാദികളും പകരുന്നു പരമ്പരയായി പലതും ഭഗവാനുടെ മായ അഹോ വലുതേ. ഞാൻ പ്രത്യേകം ചോദിക്കണം, ഏതാ വാക്ക്? വലുതേ. വലുതും ചെറുതും നടു മധ്യവുമായ ഏറ്റു എരുന്ന ചിദംബരമേ മനമായ ഇതാണ് മയങ്ങി മനം നിലവിട്ട് നിവർന്നലയാ അരുവേ. അരുവേ തിരുമേനി അണഞ്ഞിടുമീ ഇരുളേ വെളിയേടയേ പൊതുവേ കരവേകര ലിംഗനിരിക്കും അരുമ്പൊരുളേ പുലി മൂന്നും എരിച്ചവനേ. എരിച്ചവനേ. എരി എന്നുള്ള വാക്കാണ് ഗുരു എടുത്തേക്കുന്നത്. എരി കയ്യതിലെത്തി ഇറങ്ങി വരും തിരുമേനി ചിദംബരം എന്നരുളും ഒരു തന്നിലിരുന്ന പുലങ്കൊലി ചെയ്തരുളുന്നത് തന്നെ ഒരു അത്ഭുതമാം പുതുമാങ്കനി പുത്തമൃതേ പുറമേ മധുവേ. അത് ഓർമ്മിക്കാനുള്ള ഒരു കോഡാണ് അടുത്ത ശ്ലോകം. അത്ഭുതമാം പുതുമാങ്കനി പുത്തമൃതേ പുറമേ മധുവേ മധുരക്കനിയേ രസമേ ഇതി മാനവരാതി തിരഞ്ഞിടുമെൻ പതിയേ പദ പങ്കജമേ ഗതിയേ. ഗതി എന്നുള്ള വാക്കാണ്. ഗതി നീ അടിയന്റെ ഗജത്തെ ഉരിച്ചത് കൊണ്ടുട ചാത്തിയ ചിന്മയമേച്ചത് ചെയ്യും ഇരുട്ടൊരു ജാതി വിടുന്നതിനിന്ന് അടിയന്നരുളേകണമേ. അവിടെ തീരുകയാണ്. രണ്ട് വരിയുടെ അർത്ഥം കൂടി ജനാധിപത്യത്തിന്റെ ഭാഷയിൽ പറഞ്ഞുകൊണ്ട് ഞാൻ സിദ്ദീഖ് സാറിന്റെ പ്രഭാഷണത്തിന് വേണ്ടി കവി ശ്രീ മുരുകൻ കാട്ടാക്കടയുടെ അനുവാദത്തോടെ ഇവിടെ ഇരിക്കുക. ഏതെന്നറിയോ? ചതി ചെയ്യും ഇരുട്ടൊരു ജാതി വിടുന്നതിനിന്ന് അടിയന്നരുളേകണമേ. ആധ്യാത്മിക ദർശന പ്രേരിതമായിട്ട് ഇദ്ദേഹം എഴുതിയെങ്കിലും ഇന്ന് നമുക്ക് പറയാൻ സാധിക്കും, നമ്മുടെ ജനാധിപത്യത്തിന്റെ ഒരു ജാതി ഇരുട്ട്, ചതി ചെയ്യും ഇരുട്ട്, a kind of darkness that is misleading us into ignorance and into calamity. ദുരന്തത്തിലേക്കും അജ്ഞതയിലേക്കും നമ്മളെ നയിക്കുന്ന ഒരു ജാതി ഇരുട്ട് എപ്പോഴും ഉണ്ടാകുമെന്നും അതിൽ നിന്നും ഞങ്ങളുടെ അനന്തര തലമുറകൾക്ക് മോചനം നൽകണമേ എന്നുമാണ് ഇതിനകത്ത് അദ്ദേഹം പ്രാർത്ഥിച്ചിരിക്കുന്നത്. മക്കളെ, ലോകത്തെവിടെയും ജനാധിപത്യം വന്നിട്ടും ഇന്ന് ജനാധിപത്യത്തിൻ്റെതായ ഒരു ജാതി ഇരുട്ട് നമ്മളെ വീണ്ടും മതങ്ങളിലും ജാതിയിലും മറ്റ് ഭിന്നബുദ്ധികളിലും ഇങ്ങനെ തളച്ചിടുന്നു. അതിനെ ദൂരീകരിക്കുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഗുരു കൈവരിച്ച ചിന്താമണ്ഡലം, ചിന്തയാം മണിമന്ദിരത്തിൽ വിളങ്ങുന്ന ആ സ്നേഹമാകുന്ന ഈശ്വരനെ വാഴ്ത്തുവാൻ നമ്മൾ പഠിക്കണം. അത് ചെറിയ കാര്യമല്ല. നമുക്ക് പറ്റുന്ന രീതിയിൽ അതിന് ശ്രമിക്കുക. എല്ലാ ആധ്യാത്മിക ആചാര്യന്മാരും ഒരു വലിയ കടലാണെങ്കിൽ അതിനെ ചൂണ്ടയിട്ട് മത്തിച്ചാളം തിരിക്കുന്നവരാണ് അവരുടെ സ്വാമിമാരായിട്ട് അറിയപ്പെടുന്നത്. എന്നിട്ട് ആ മത്തിച്ചാളം വിളിച്ചിട്ട് പറയും, ഇതാണ് ആ ഗുരു എന്ന് പറയും. അതല്ല, സ്വാമിമാരെ കരുതിയിരിക്കുക.